ബാസ്റ്റേ ഹാപ്പി ക്രിസ്മസ്. പോടാ. ഗബ്രു ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ചെയ്തടാ, ഞങ്ങൾ പ്രതികാരം ചെയ്തടാ. ഓക്കെ, സമ്മതിച്ച് പ്രതികാരം ചെയ്തു. അന്ന് മുംബൈയിൽ നിങ്ങളോട് തോറ്റതിനുള്ള പ്രതികാരം കൊച്ചിയിൽ ചെയ്യുന്ന ഞങ്ങൾ പറഞ്ഞില്ലേ, വാക്ക് പാലിച്ചില്ലേ ബാസ്റ്റിനെ? ആ ശരി, അതിന് ഞാൻ എന്ത് ചെയ്യണം? അല്ല ബ്രോ, ഈ ഹാപ്പി ക്രിസ്മസ് എന്തോ ദുഃഖവെള്ളി ആക്കുന്നൊക്കെ പറഞ്ഞ ടീംസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരിവിടെ വന്നിട്ടുണ്ടോ? ആരാടാ അത്? നീ തന്നെ. ഞാനാ? അതെ, നീ തന്നെയാ. ഓ, നിന്റെ കളി ഇന്നലെ സമനില പിരിഞ്ഞൂലെ? ആടാ, 1-1 സമനില. എന്താ ഭാഗ്യത്തിന് കളി സമനില ചെയ്താ. നോർത്ത് ഈസ്റ്റിനെ 86ാമത്തെ മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി നെസ്റ്റർ ആൽബി ക്യാച്ച് അടിച്ച് ഗോളാക്കുന്നു. നിങ്ങൾ ഇഞ്ചുറി ടൈം ഒരു 5 മിനിറ്റ് ആയപ്പോ ശിവശക്തി നാരായണൻ ഗോൾ മടക്കിയതുകൊണ്ട് സമനില കിട്ടി, അല്ലെങ്കിൽ പൊട്ടിയനെ. നീ തോറ്റല്ലേ? ഞാൻ മിണ്ടാണ്ടിരിക്കും, നീ ഡയലോഗ് അടിക്കാൻ വരണ്ട. ഓ, പറയണ ആള് പിന്നെ ജയിച്ചൂലോ. ബാസ്റ്റിന് എന്റെ ഗബ്രുവിനെ പറഞ്ഞാണ്ടല്ലോ, നീ വിവരം ഇവനിത് എന്ത് പറ്റി? മുംബൈയെ ഇന്നലെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് കിട്ടിയില്ലേ? നിങ്ങൾ മുംബൈയിൽ വന്നപ്പോ നിങ്ങളെ തോൽപ്പിച്ചു, ഞങ്ങൾ കൊച്ചിയിൽ വന്നപ്പോ ഞങ്ങളെയും തോൽപ്പിച്ചു. സെയിം. പിന്നെ എന്താ പ്രശ്നം? ഇന്നലെ വെല്ലുവിളിച്ചപ്പോ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അതെ, ഇന്നലെ ഇവൻ ഫുള്ള് വെല്ലുവിളിയായിരുന്നു. ഞങ്ങളുടെ പാവം കേരളത്തെ. ദൈവമേ, ഞാൻ എന്തൊക്കെ കാണണം. ഇന്നലെ നിങ്ങളുടെ റോസ്റ്റിൻ ഗ്രിഫിത്തിനെ ഞങ്ങളുടെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ റോസ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ടായി? മോശം എന്ന് പറഞ്ഞാ പോരാ, മോശം. ഒരാള് പന്ത് തൊടുമ്പോ കൂവുന്നത് ഇത്ര നല്ല സ്വഭാവമല്ലാട്ടോ. ഓ, അപ്പൊ പ്രബീർ ദാസിന്റെ കഴുത്തിന് പിടിച്ച് തിരിച്ചത് നല്ല ഡീസന്റ് സ്വഭാവ അല്ലേ? അത് കഴിഞ്ഞതല്ലേ. പെപ്രെ ഈ പറഞ്ഞവനെ മറികടന്ന് ദിമിത്രിയോസ് ഡയമൻഡഗോസിന് പന്ത് കൈമാറുന്നു. 11ാം മിനിറ്റിൽ അതിമനോഹരമായ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് ലീഡ് ഉയർത്തുന്നു. സ്റ്റേഡിയം ഇളകി മറിയുന്നു. ഇളകി മറിയാൻ ഇതെന്നിട്ട് ഫ്രൈ പാനാ. ഓഞ്ഞ ചളിയും കൊണ്ട് വന്നാണ്ടില്ല. പക്ഷെ ഗ്രിഫിത്സിന് അധികം നേരം ആ വരവേൽപ്പ് സ്വീകരിക്കാൻ പറ്റിയില്ല, ഇഞ്ചുറി അടിച്ച് പുറത്തു പോയി. അതെ, ഇത്തിരി സമയം കൂടി കൊച്ചിയിലെ വറച്ചിട്ടിയിൽ കിട്ടേണ്ടതായിരുന്നു അവന്. എന്റെ പക തീർന്നിട്ടില്ല. ഒരാൾക്ക് പരിക്ക് പറ്റുമ്പോ സന്തോഷിക്കുന്ന സാഡിസ്റ്റുകള്, അതിനാര് സന്തോഷിച്ച്? പരിക്ക് പറ്റിയെന്ന് പറഞ്ഞതല്ലേ ഞങ്ങള്. അല്ല ശരത്തെ, കഴിഞ്ഞ ISL ബംഗളൂരു നിങ്ങളോട് ചെയ്തൊക്കെ നീ മറന്ന? അത് ഞാൻ മറന്നിരിക്കായിരുന്നു. ബ്രോ, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. നീ എന്തിനാ എന്നോട് പറയണേ? നമ്മളെന്താ റിലേഷൻ അല്ല. നീ ചുമ്മാ അബോധം പറയല്ലേ, ഞാൻ NH47 പോലെ സ്ട്രൈറ്റാ. ഈ ബ്രേക്കപ്പ് എന്തിനാണ് നീ എന്നോട് പറയണേ? നീ മിണ്ടല്ലാന്ന് പറഞ്ഞാ പോരെ. നീ കഴിഞ്ഞ ISL ഞങ്ങളെ ചതിച്ച് തോൽപ്പിച്ചതിന്. കഴിഞ്ഞല്ലോ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ബാസ്റ്റി പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഓഹോ, എടാ ശരത്ത്, ഇവൻ ചെമ്മരിയാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ നമ്മളെ തമ്മിലടുപ്പിച്ചിട്ടേ ഇവനെ കളിയാക്കാണ്ടിരിക്കാനുള്ള പ്ലാനാ. ശരിയാ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നെക്സ്റ്റ് പറയടേ. ഫസ്റ്റ് ഹാഫ് ഇഞ്ചുറി ടൈമിൽ 5 മിനിറ്റ് ആയപ്പോൾ പെപ്രയുടെ അതിമനോഹരമായ ഒരു ഗോൾ 2-0 കേരള ലീഡ് ഉയർത്തുന്നു. കളി ഫസ്റ്റ് ഹാഫിലേക്ക്. സെക്കൻഡ് ഹാഫിൽ പന്ത് ഫുൾ ടൈം കയ്യിൽ വെച്ച് ഗോൾ അടിക്കാൻ ഇവന്മാര് കുറെ ശ്രമിച്ചു. അതെ, നല്ല രീതിയിൽ പരിശ്രമിച്ച് വയർത്തു. പക്ഷെ ലെസ്കോയും മിലോസ് ഡിൻക്രിച്ചും തീർത്ത ഡിഫൻസ് മറികടക്കാൻ ഇവർക്ക് പറ്റുമോ? അത് സത്യം, ഒരു കളി ജയിച്ചു, അതിനാണ്. അല്ലട മുംബൈയെ, നിങ്ങളുടെ ഒരു ഫോർവേഡ് ഉണ്ടായില്ലേ, ഒരു പെരേര ഡയാസ്, അവനെവിടെ? ആ ഉണ്ടായി. പുള്ളി ഇന്നലെ കളിച്ചില്ലേ? കളിച്ചല്ലോ. എന്തേ? അല്ല, ഈ പെരേര ഡയാസിന് ഇന്നലെ ഗ്രൗണ്ടിൽ കാണാനില്ല എന്ന് പറഞ്ഞ് ഇന്നത്തെ പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ട്. ഓ, ഊതിയതാണല്ലേ? കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? അല്ലാണ്ട് ചിരിക്കണ്ട, ഞങ്ങളുടെ ഗെയിമിൽ ഞങ്ങൾ ഹാപ്പിയാണ്. കൂടുതൽ നേരം പന്ത് കൈ കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. കൂടുതൽ പൊസഷൻ ഞങ്ങൾക്കാണ്, 68% എന്ന് ഞങ്ങളുടെ കോച്ച് പറഞ്ഞല്ല. അതെ, ഈ പൊസഷൻ ഇട്ട് പുഴുങ്ങി തിന്നാലേ കളി ജയിക്കില്ല. പോടാ, ഞങ്ങൾ തോറ്റ് സമ്മതിച്ചു. അത് ഇത്ര പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നുമില്ല. പറയും, പക വീട്ടിയതാ ഞങ്ങൾ. പറയാൻ ഞങ്ങൾക്ക് വോയിസ് ഉണ്ട്. വോയിസും പിടിച്ച് അവിടെ ഇരുന്നോ? പിടിക്കും. ഞാൻ ഇതും പറഞ്ഞു മൊത്തം നിന്നെ കളിയാക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വീട്ടിൽ കേക്ക് മുറിക്കാൻ പോണ്. ആർക്കൊക്കെ കേക്ക് വേണം? എനിക്ക് വേണം. എനിക്കൊന്നും വേണ്ട നിന്റെ കേക്ക്. അല്ലടാ, വേണ്ടേ? നല്ല ക്രീമുള്ള ചോക്ലേറ്റ് ഒക്കെ ഉള്ള വായിൽ വെച്ച് അലിഞ്ഞു പോണ ഡ്രീം കേക്കാണ്. ഡ്രീം കേക്കാ? വേണം. അങ്ങനെ എനിക്ക് വേണേ വരാം. എനിക്ക് വേണ്ട. കേക്ക് 2 പേര് ചേർന്ന് കഴിച്ചൂടാ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ. എനിക്ക് വേണമെങ്കിൽ ഞാൻ വരാന്ന് ഞാൻ ഉദ്ദേശിച്ചേ. വരട്ടെ? അങ്ങനെ മര്യാദക്ക് പറ. വാ, വീട്ടിക്ക് വാ, പോവാ. ഓക്കെ.